ആശുപത്രിയിൽ നിന്ന് എത്തിയോ? വേറെ ബാഗുണ്ടോ സാറേ? ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? വയറുവേദന കുറഞ്ഞോ? കുറഞ്ഞോണ്ടല്ലേ വക്കച്ച ഡിസ്ചാർജ് ആയത്. അല്ല, വയറുവേദന വെറുതെ വന്നതാണോ അതോ? വെറുതെ അല്ല, ചെണ്ടമേളൊക്കെ കൂടെ ഉണ്ടായിരുന്നു വയറുവേദന വന്നപ്പം. കാറൊന്ന് മാറ്റിയിടുക വക്കച്ച. ശരി, വാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വാ. വിവരങ്ങൾ കൈയോടെ വിമല മാഡത്തിന് കൈമാറാൻ വേണ്ടിയാണ് ചോദിച്ചത്. പുള്ളിക്കതത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം പെൻഡിങ് ആയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല. എന്തുപറ്റി? വയ്യേ? ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. വീണ്ടും ആശുപത്രി പോണോ? അയ്യോ, എനിക്ക് ഒരു ക്ഷീണമില്ല. എനിക്കൊന്ന് കിടക്കണം. ഉറക്കാണ്. ഉദ്ദേശിച്ച ചികിത്സകൾ പൂർത്തിയായി. അടുത്തൊരു ഘട്ടം കൂടിയുണ്ട്. അത് ഉടനെ ഇപ്പൊ വേണ്ട. ബാബുജി. വേണ്ട വേണ്ട, വിളിച്ചുണർത്തണ്ട. തനിയെ ഉണരട്ടെ. ഈ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെ ഉണരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാബുജിക്ക് നല്ല മാറ്റം ഉണ്ടായി കാണില്ലേ ഡോക്ടർ? എന്നാണ് എന്റെ പ്രതീക്ഷ. എന്ന് കരുതി അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്നോ അല്ലെങ്കിൽ സംസാരിക്കുന്നോ എന്നൊന്നും വിചാരിക്കണ്ട. കുറെ ദിവസമോ മാസങ്ങളോ ഒന്നും അല്ല, വർഷങ്ങൾ പഴക്കമുള്ള രോഗ. അതിന്റെ വേരുകൾ അറ്റുപോകണമെങ്കിൽ സമയമെടുക്കും. തിരിച്ചു കിട്ടിയിട്ടുണ്ടാവോ? അതും അത്ര പെട്ടെന്ന് സംഭവിക്കില്ല. ശരീരത്തിന്റെ കാര്യമല്ലല്ലോ, നമുക്ക് നോക്കിയോ പരിശോധിച്ചോ ഒക്കെ മനസ്സിലാക്കാൻ സമയം. ഇതാണെന്നുള്ള എന്റെ വൈഫാണ്. ഇതാണ് അമ്മയുടെ സെക്കൻഡ് ഹസ്ബൻഡ് അരവിന്ദ് രാജ. ഇതാണ് എന്റെ അമ്മ. ഇത് കണ്ടോ, എന്റെ മുത്തശ്ശനാ. ഇത് കണ്ടോ, എക്സ് സർവീസ് മാനാ മുത്തശ്ശൻ.
അങ്കിൾ അങ്കിൾ എന്തു പറ്റി? എല്ലാവരെയും ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്കിളിനെ പരിചയപ്പെടുത്താം. നല്ല ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ബാബുജി, ഞാൻ ഫുഡ് എടുക്കുവാണേ, ഇപ്പൊ വരാട്ടോ. അയ്യോ, ബാബുജി ഇവിടെ കിടക്കുവായിരുന്നല്ലോ. എന്തു പറ്റി ബാബുജി? അയ്യോ ഈശ്വര! ബാബുജി, 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 ബാബുജി! അയ്യോ ദൈവമേ, ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക? ബാബുജി, അല്ലെങ്കിൽ അച്ഛനെ കൂടെ അങ്ങോട്ട് വിളിക്കാം. ബാബുജി അച്ഛനും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയും മുത്തശ്ശനും 7Bയിലേക്ക്. അതോടെ എല്ലാം പൂർണ്ണമാവും. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അത് ഞാൻ ആദ്യം പോയി അവിടുത്തെ സാഹചര്യം എന്താന്ന് അറിഞ്ഞിട്ട് വരാം. ബാബുജിക്ക് ചിലപ്പോ വലിയ മുൻകോപോ. ഓർക്കപ്പുറത്ത് ആരെങ്കിലും കണ്ടാ ഇഷ്ടപ്പെടില്ല. മൂഡ് ഓഫ് ആണെങ്കിൽ പ്രശ്നമാവും. അല്ലെങ്കിൽ ഞാൻ വന്ന് അമ്മയെ വിളിക്കാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നിന്റെ കൂടെയല്ലേ വരുന്നേ. ബാബുജി ദേഷ്യപ്പെടുവൊന്നുമില്ല. ആ നിക്കേ, ഞാൻ അടുക്കളയുടെ വാതിലൊന്ന് ചാരിയിട്ട് വരാം. എന്താ ഇപ്പൊ ചെയ്യ? പ്രശ്നമാവുമല്ലോ. അമ്മ എന്തു പറഞ്ഞാ ഒന്ന് ഒഴിവാക്കുക. വാ നമുക്ക് പോവാം. വാ. അല്ല, തുണി നനച്ചിട്ടത് ഉണങ്ങി കാണില്ലേ? ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ കാറ്റടിച്ചെല്ലാം പോയി കാണും. ഏയ്, ഞാൻ ക്ലിപ്പിട്ടല്ലേ തുണി വിരിച്ചിരിക്കുന്നേ. കാറ്റടിച്ച് പോവൊന്നുമില്ല. വാ, സംസാരിച്ച് സമയം കളയാതെ. ആ ചായ ഇട്ടതിരിപ്പുണ്ടോ പേര്? ഇല്ലച്ചാ. എന്നാ ഒരു ചായ ഇട്. ഞങ്ങള് മുകളില് 7B വരെ ഒന്ന് പോവാൻ തുടങ്ങുമായിരുന്നു. പോയിട്ട് വന്നിട്ട് ചായ ഇട്ടാ മതിയോ? അതങ്ങനെ ഇപ്പൊ കൊടുക്കേണ്ട ചായ പിന്നെ കുടിച്ചാ മതിയോ? എന്നല്ലേ മീരാമ്മ മുത്തശ്ശന് ചായ ഇട്ട് കൊടുക്ക്. അതിന് ശുപാർശ വേണോ? ആ മീര നോക്കുന്നത് അടുക്കളയിലോട്ടില്ലേ? പൊയ്ക്കോ. എവർഷൻ ഫ്ലാറ്റിലെ ഓൾ ഇൻ ഓൾ ആരാണെന്ന് അറിയോ സോനയ്ക്ക്? ആരാ?
ഈ ഞാൻ ആണോ? ഇതുവരെ അതറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിഞ്ഞിരിക്കും. എങ്കിൽ സൂക്ഷിക്കണമല്ലോ. റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി കൃഷ്ണകുട്ടി അങ്കിളാ. അങ്കിള് പോലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ എന്നോട് ചോദിച്ചിരിക്കും. എങ്കിൽ പിന്നെ വിമലെ സെക്രട്ടറി ആക്കിയാ മതിയായിരുന്നല്ലോ. അതിന് ഞാൻ നിന്ന് കൊടുക്കണ്ടേ? എനിക്ക് ഈ സ്ഥാനങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. നമ്മള് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, അതുപോരെ? എല്ലാ അസൂയക്കാരാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ ഏറ്റവും അധികം സഹകരിക്കുന്നത് 6Bയിലെ ആൾക്കാരുമായിട്ടാ. ഒരാവശ്യം വന്നാ ഓടി വരുന്ന നിഖില. നിഖിലും നിളയും ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്ന് കേട്ടിട്ടുണ്ട്. ദേ സോന, സൂക്ഷിക്കണേ. അടുപ്പിക്കാൻ പറ്റിയ പാർട്ടീസ് അല്ല രണ്ടുപേരും. അതെന്താ അങ്ങനെ പറഞ്ഞത്? സോനയ്ക്ക് കഥകളൊന്നും അറിയാഞ്ഞിട്ടാ. ഈ നിഖില് അത്ര വലിയ കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു. പക്ഷെ നിള, അവള് വന്നതോടുകൂടി അവനും തരികിടയായി. ഓ, ഒന്നും പറയണ്ടേ. ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. ലവ് മാരേജ് ആയിരുന്നു നിഖിലും നിളയും. അവള് ലവ് ചെയ്ത് അവന്റെ തോളി തൂങ്ങി നങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഈ നിഖിലിന്റെ മുത്തച്ഛൻ അവരുടെ കല്യാണത്തിനെതിരായിരുന്നു. കെട്ട് നടക്കുന്നതിന് മുൻപേ തന്നെ അവനുമായിട്ട് കറക്കുമായിരുന്നു ഈ നിള. അതിലും കേമിയ അമ്മായി അമ്മ മീര. വലിയ പാചകറാണിയാണെന്നാ വിചാരം. ഈ ഹോട്ടലിൽ നടത്താമെന്ന അരവിന്ദ് രാജെ അവര് പാട്ടിലാക്കി. അയാളും മോശമൊന്നുമല്ല അരവിന്ദ് രാജ. എന്റെ പുറകെ കുറെ നടന്നതാ. ഞാൻ പിടികൊടുക്കുവോ? കൊള്ളാം. നമ്മൾ ആ ടൈപ്പൊന്നും അല്ലല്ലോ. വരുന്നു വെച്ചാ. വരുന്നു അവിടെ അനൗൺസ് ചെയ്താൽ മതിയോ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എന്തിനാ അച്ഛൻ വിളിച്ചത്? എന്റെ വടി കാണുന്നില്ല. വടിയല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഊന്നുവടിയല്ല, ചൊറിയുന്ന വടി. അച്ഛന്റെ മുറിയിൽ നോക്കിയായിരുന്നോ? നോക്കാതെ പിന്നെ ഞാൻ ചോദിക്കൂ? അച്ഛനല്ലാതെ ഇവിടെ ആരും ചൊറിവടി എടുക്കാറില്ലല്ലോ. ഓ, അത് ശരി. അപ്പോ ഞാനത് ഒളിപ്പിച്ചു വെച്ചിട്ട് ചോദിക്കുകയാണെന്നാണോ? അയ്യോ, അങ്ങനെയല്ലച്ചാ. നമുക്ക് നോക്കിയെടുക്കാം. നിങ്ങളെ എവിടെ? അവളോട് പറ ആ മുറിയിലെങ്ങനെ പോയി നോക്കേ. നിങ്ങളെ അവളിവിടെ ഇല്ല. 7B വരെ പോയിരിക്കാം. കൊറേ മുമ്പേ പോയതല്ലേ? ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ലച്ചാ. അതെന്താ? അധിക സമയമൊന്നും ആയില്ലല്ലോ. വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരിക്കും. നിളയും നിഖിലും ചെല്ലുന്നത് ബാബുജിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് കരുതി എപ്പോഴും അവിടെ പോയിരിക്കണം? ഒരു ബാബുജി അതങ്ങനെ വയ്യാത്ത ആളല്ലേ അച്ഛാ. കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അയൽവക്കത്ത് നിറങ്ങുന്നത് എനിക്ക് തീരെ പിടിക്കാത്ത കാര്യമാണ്. നീരെ എന്താ ശ്രദ്ധിക്കാത്തത്? അതച്ഛാ, കുട്ടികള് ബാബുജിയായിട്ട്. ബാബുജി ആയാലും ആരായാലും ഡിസിപ്ലിനാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? മേധ, ഞാൻ കാത്തു നിൽക്കായിരുന്നു. തിരക്കിലാണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. 2-3 തവണ ഞാൻ ഫ്ലാറ്റിൽ അന്വേഷിച്ചു വന്നിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. നിള പെട്ടെന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായില്ലേടെ. ശരിക്കും എന്തായിരുന്നു അസുഖം? അത് പെട്ടെന്നൊരു വയറുവേദന വന്നു. ആകെ വിഷമിച്ചു പോയി. എന്നിട്ട് വയറുവേദന വരാൻ ഡോക്ടർ എന്താ കാരണം പറഞ്ഞത്? ഏതെങ്കിലും ഫുഡിന്റെ പ്രശ്നമായിരിക്കും എന്നാ പറഞ്ഞത്. അന്ന് പ്രത്യേകിച്ച് എന്ത് ആഹാരമാണ് കഴിച്ചതെന്ന് ഡോക്ടർ എടുത്തു ചോദിച്ചു.
അല്ല മേധ എന്താ ഇപ്പൊ ഇത് ചോദിച്ചത്? വെറുതെ വയറിന്റെ അകത്തൊരു വേദന വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിമലയ്ക്ക് ആ സംഭവത്തിൽ എന്തോ പങ്കുണ്ടെന്നുള്ള. ഞങ്ങള് വീട്ടിൽ ഇക്കാര്യം സംസാരിച്ചതാ. പക്ഷെ വിമല ആ ദിവസങ്ങളിലൊന്നും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ആകെ വന്നത് രാഗിണി. രാഗിണി വന്നിരുന്നോ? ആ, എനിക്ക് വിശേഷമായതിന്റെ സന്തോഷം പങ്കിടാൻ കുറച്ച് ചോക്ലേറ്റും കൊണ്ടുവന്നിരുന്നു. ആ ചോക്ലേറ്റ് നിള കഴിച്ചായിരുന്നോ? ഉവ്, ഞാൻ മാത്രമല്ല, മീരാമ്മയും അരവിന്ദ് സാറും ഒക്കെ ആ ചോക്ലേറ്റ് കഴിച്ചു. പക്ഷെ എനിക്ക് മാത്രമേ വയറിന് പ്രശ്നം ഉണ്ടായുള്ളൂ. ആ, അതില് ഒരു സ്പെഷ്യൽ ആണെന്നും പറഞ്ഞൊരു ചോക്ലേറ്റ് രാഗിണി എന്നെ കഴിപ്പിച്ചിരുന്നു. എങ്കിൽ എന്റെ സംശയം വെറുതെയാണെന്ന് തോന്നുന്നില്ല. വിമല കൊടുത്തയച്ച ചോക്ലേറ്റ് ആയിരിക്കും നിളയ്ക്ക് രാഗിണി കൊണ്ടുവന്ന് തന്നത്. അതിലൊരെണ്ണം പ്രത്യേകമായി കഴിക്കാൻ നിർബന്ധിച്ചെന്നല്ലേ പറഞ്ഞത്? എന്തിനങ്ങനെ ചെയ്യണം? അല്ല, മേധയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ എന്താ കാരണം? വിമലയും രാഗിണിയും തമ്മില് പലതവണ കോറിഡോറിൽ മറ്റും വെച്ച് കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. എനിക്കൊരു ഗൂഢാലോചന പോലെയാണ് തോന്നിയത്. എങ്കിലതൊന്നും അറിയണമല്ലോ. രാഗിണിയുടെ ഫ്ലാറ്റിലേക്ക് നമുക്കൊന്ന് പോയാലോ? മേധയും വാ എന്റെ കൂടെ. ഞാൻ റെഡിയാ, നമുക്ക് പോയി നോക്കാം. രാഗിണി പണ്ടേ വിമലയുടെ സ്വന്തം ആളാ. ഇറങ്ങി വരട്ടെ. രാഗിണിയെ വിളിച്ചോണ്ട് വിമലയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണേ. സൂക്ഷിക്കേണ്ടത് ഞാനല്ല, പിന്നെ ഞാനാണോ? അതിന്ന് തന്നെ അങ്ങ് കൂട്ടിക്കും. വിമലയെ ഞാൻ വിശദമായിട്ടൊന്ന് കാണാനിരിക്കെ. ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ഞാൻ. ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിലെന്താ ഒരു ഭീഷണിയുടെ ധ്വനി? അങ്ങനെ തോന്നിയോ? ആ, ഭീഷണിയെങ്കിൽ ഭീഷണി. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഓ ശരി, എപ്പോഴാണെന്ന് മുൻകൂട്ടി പറഞ്ഞാലേ ഞാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ആലോചിക്കാം. എന്തായാലും നീ റെഡി ആയിട്ട് ഇരുന്നോ. ആ മെഡിസിന്റെ പേര് ക്ലാര ആന്റി. ഒന്ന് വെറുതെ ഇരിക്കുന്നേ. ഞാൻ വെറുതെ ഇരിക്കാം. പക്ഷേ 2 സീനിയർ സിറ്റിസൺസും തമ്മിലുള്ള ലൈനേ ഫ്ലാറ്റിലിപ്പോ പാട്ടാ. അച്ഛൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരം പോക്ക് പറഞ്ഞാടോ. എന്നാലും സാറിന് ക്ലാര ആന്റിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. വണ്ടി ഒന്ന് നിർത്താവോ? എന്തു വേഗം നിർത്ത. എന്താ മീര? എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ. മീര, കണ്ണിൽ ഇരട്ടി കയറുന്ന പോലെ തോന്നുക. ഓട്ടോ, ഓട്ടോ. മീര, ഇങ്ങോട്ട് നോക്കി. മീര, ആർ യു ഓക്കെ? ഹോസ്പിറ്റലിലാണ്, മനസ്സിലായില്ലേ? സാറ് പുറത്തുണ്ടാവും, വിളിക്കുന്നെന്ന് പറയൂ. ശരി മാഡം. പ്രശ്നമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ ഡോക്ടർ? അപ്പൊ ഞങ്ങക്ക് പോവാലോ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ.
പരിശോധനകളെല്ലാം കഴിഞ്ഞില്ലേ? പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം. അധിക സമയമെടുക്കില്ല. ഡോക്ടർ, ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണോ? ഒന്ന് നോക്കിയേക്കാം, ചിലപ്പോ ആണെങ്കിലോ. കൺഫേം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ്, ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, വിളിക്കാം. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും സംശയം തോന്നിക്കാണും. എന്നാലും നിലയെ വിളിച്ച് വിവരം പറഞ്ഞാലോ? മോളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവളാ. എടുക്ക്. ഹലോ, കുറച്ചു സമയമായിട്ട് വിവരമൊന്നുമില്ലല്ലോ. എവിടെയാ? ഞങ്ങള് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വന്നതാ. ആശുപത്രിയിലോ? എന്തു പറ്റി? വരുന്ന വഴി എനിക്കൊരു സുഖമില്ലായ്മ തോന്നി, തലചുറ്റല് പോലെ. അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് പരിശോധനകളൊക്കെ നടത്താവുന്ന, കൂട്ടത്തിൽ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താമെന്നും പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഓടിക്കൂ, ബൈക്കാവുമ്പോ പ്രത്യേകിച്ചും. പക്ഷെ നിഖിലിന്റെ കൂടെയാണെങ്കിൽ എനിക്ക് അത്രയും ധൈര്യമില്ല കേട്ടോ. ചിലപ്പോ അവന്റെ സ്വഭാവം മാറും. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മളൊന്ന് ചോദിച്ചാ മതി, പിന്നെ സ്പീഡ് കൂട്ടി ഒരു പാച്ചില. ആ, ഞാൻ പലതവണ അതിന് അവന്റെ കൂടെ വഴക്കിട്ടിട്ടുണ്ട്. നമ്മുടെ മൂടെ വണ്ടിക്കും റോഡിനും എതിരെ വരുന്ന വണ്ടിക്കും ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ പിന്നെ ഡ്രൈവിംഗിന്റെ കാര്യത്തില് നിഖിലിന് നല്ല ശ്രദ്ധയുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയ പിന്നെ വളരെ സൂക്ഷിച്ചേ വണ്ടി ഓടിക്കും. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ആദ്യം ഫോൺ ചെയ്തില്ലേ ആശുപത്രിയിലായിരുന്നപ്പോ? ആ, ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ വിവരം കേട്ടപ്പോ മോൾക്ക് എന്തോ ടെൻഷൻ ആയതുപോലെ എനിക്ക് തോന്നി. അതെന്താ, ഞങ്ങൾക്ക് കുട്ടിയുണ്ടാവുന്നത് നിലയ്ക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. പറഞ്ഞില്ല, അതുകൊണ്ടാ നേരിട്ട് ചോദിച്ചത്. നിലയ്ക്ക് വിഷമമുണ്ടോ? അങ്ങനൊന്നും ഇല്ലമ്മേ. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഞാൻ മീരാമ്മേന്ന് എന്തൊളിച്ചു വെക്കാനാ? അത് നിനക്കല്ലേ അറിയൂ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു രഹസ്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പോലെ എനിക്കൊരു സംശയം. അതോ എന്റെ വെറൊരു സംശയം മാത്രമാണോ അത്? ആ, അതെ, അല്ലാതൊന്നുമില്ല. നിള വന്ന് ബെല്ലടിച്ചപ്പോ നീ എന്തിനാ വാതില് തുറന്നു കൊടുക്കാൻ പോയത്? കുറച്ചു നേരം കോളിംഗ് ബെല്ല് ഞെക്കിയിട്ട് അവൾ അങ്ങ് പോവുമായിരുന്നല്ലോ. ഞാൻ വാതില് തുറന്നില്ല, അതിനു മുന്നേ നീള എന്നെ പിടികൂടി. അന്നേരം പറയണമായിരുന്നു. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല, നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂന്ന്. അത്രയും പറയാനുള്ള ടൈം കിട്ടണ്ടേ വിമലേ? നീ താഴെ വന്നപ്പോഴേ ബക്കച്ചൻ പറഞ്ഞില്ലയോ നിള നിന്നെ അന്വേഷിച്ച കാര്യം? അപ്പൊ എന്നെ ഒന്ന് വിളിക്കണ്ടേ? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ബാഗ് വെച്ചിട്ട് നിന്നെ വന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. അതിനു മുമ്പ് നിള വന്നില്ലേ? ആ, അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്നത്തെ ചോക്ലേറ്റിന്റെ കാര്യം അവൾക്ക് എന്താ അറിയേണ്ടത്? സംശയമാണ് നിളയ്ക്ക്. ആ ചോക്ലേറ്റിൽ ഞാൻ എന്തോ കൃത്രിമം കാണിച്ചിരുന്നോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. അത് കഴിച്ചതുകൊണ്ടാണ് വയറുവേദന വന്നതത്രേ.
എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു? സത്യത്തിൽ ഞാൻ പതറിപ്പോയി. അത് വെറും ഒരു മിഠായി അല്ലായിരുന്നല്ലോ. വെറും മിഠായി അല്ലാതെ പിന്നെ മണി കെട്ടിയ ചോക്ലേറ്റ് ആയിരുന്നോ? സാധാ ചോക്ലേറ്റ് ആയിരുന്നു അത്. അങ്ങനെ പറയാൻ പാടുള്ളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ കാര്യം നിള വല്ലതും ചോദിച്ചോ? ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല. പക്ഷെ മറ്റാർക്കോ വേണ്ടി ഞാൻ നിളയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നൊരു ചോദ്യം വന്നു. എന്നിട്ട് അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പിടിച്ചു നിന്നെങ്കിലും ഇനി ഒരു തവണ കൂടി നിള ചോദിച്ചാൽ എനിക്ക് കള്ളം പറഞ്ഞു നിൽക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. അത്തരത്തിലാണ് നിളയുടെ ചോദ്യങ്ങൾ. അവളാര്? ക്രൈംബ്രാഞ്ച് ഓഫീസറോ? എന്നാലും നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ലേ? ചുമരുകൾക്ക് പോലും ചെവിയുള്ള കാലമാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. നമുക്ക് ആ സംഭവവുമായി ഒരു ബന്ധമായിട്ടുണ്ടായിട്ടില്ല താൻ. നീ ധൈര്യമായിട്ടിരിക്കെ, ഒരു പേടിയും വേണ്ട. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. വിമലയാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. ഞാൻ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ഒരു വാക്ക് മതി എനിക്ക്. എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാക്കേ ഉള്ളടി